ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, സമയമില്ല, ഡ്യൂട്ടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്, ഓഫ് ഉള്ള ദിവസമാണ്. അപ്പം വിചാരിച്ചു എന്താണെങ്കിലും കുറേ നാളായിട്ട് ഹെയർ കെയർ ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത്, പക്ഷേ സമയം കിട്ടണ്ടേ. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് പറ്റിയൊരു സമയമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കെയറിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്താ ചെയ്യണേന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കും അത് ഉപയോഗപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒനിയനാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ അല്ലേ, നമ്മുടെ കിച്ചണിൽ നമുക്ക് കിട്ടും. അപ്പോൾ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഒനിയനും നമ്മുടെ കുറച്ച് ഓയിൽ മാത്രമാണ് ഞാൻ ഈ പ്രൊഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒനിയൻ ധാരാളം ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എത്ര നേരം അപ്ലൈ ചെയ്യണം, എത്ര ദിവസം അപ്ലൈ ചെയ്യണം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമാണ് എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ ലൈക്കും ഷെയറും കൂടെ കമൻറ്റും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കുറച്ച് നമ്മുടെ ഈ അനിയൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വൺ, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൾഫർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ അനിയനിൽ. അപ്പോൾ അതുവഴി നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെ സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. അടുത്തത്, നമ്മുടെ ഡാൻഡ്രഫിനെ ഫൈറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അനിയനകത്ത് ധാരാളം ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുവഴി നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആയ ഡാൻഡ്രഫൊക്കെ ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് നമ്മുടെ ഹെയർ ഫോള്. അപ്പോൾ ഹെയർ ഫോളിന് ഒരു പരിധി വരെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ അനിയൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഫോളിക്കിളിൻ്റെ സ്ട്രെങ്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതുവഴി ഫോളിക്കിൾ സ്ട്രെങ്തനിങ് വഴി നമുക്ക് നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ബ്രേക്കേജ് ഒക്കെ ഒരു പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഹെയർ ലോസ് റെഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷനാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനിയൻ ജ്യൂസ് വെച്ചിട്ടുള്ള സ്കാൽപ്പ് മസാജ് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അതുവഴി നമ്മുടെ ഹെയർ റൂട്ട്സ് നറിഷ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഒരു വീക്ക്ലി 2 to 3 ടൈംസ് നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. അതുവഴി നമുക്ക് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ്, സ്മൂത്തി ആൻഡ് സിൽക്കി ആവാൻ, അതായത് നാച്ചുറൽ വഴി നമുക്ക് സോഫ്റ്റ് ആൻഡ് സ്മൂത്തി സിൽക്കി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഒന്നാണ് കേട്ടോ, നമ്മുടെ ഈ അനിയൻ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അനിയൻ ജ്യൂസിനകത്ത് ഓയിൽ മിക്സ് ചെയ്യുന്നത് വഴി നമുക്കൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഒനിയനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതാണ്, ഒരു മീഡിയം സൈസുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഇവിടെ കിട്ടുന്ന വലിയ സവാള എന്നൊക്കെ പറയണുണ്ടല്ലോ, ഇച്ചിരി വലിയതാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ ഇത് മതിയായിരിക്കും. നമുക്ക് എന്തായാലും ജ്യൂസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ജ്യൂസിൻ്റെ ആവശ്യമില്ല, വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കയ്യിൽ വലിയ സവാള ഇരിക്കണമെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഹാഫ് പോർഷൻ കിട്ടിയാൽ മതി കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ സവാള അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സവാള എന്താണ് നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കോട്ടൺ തുണി അല്ലെങ്കിൽ മറ്റേ അരിപ്പയോ കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ കണ്ടോ ഇത്രയും ജ്യൂസ് നമുക്ക് നമ്മുടെ സവളക്കകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അപ്ലൈയും കൂടെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട്, അപ്പം നമുക്കിത് വേണമെങ്കിൽ കോട്ടൺ ബോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മുക്കി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഫിംഗർ ടിപ്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗർ ടിപ്സ് തന്നെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുവാണ്. കണ്ണി പോകാണ്ട് നോക്കണം കേട്ടോ. ഇത് നമ്മൾ തേക്കുമ്പോൾ നമുക്ക് അങ്ങനെ എനിക്ക് വലിയ ഫീലിംഗ് ഇതൊന്നും തോന്നുന്നില്ല. കാരണം എരിവോ അങ്ങനെ കണ്ണിനെ നമ്മൾ സാധാരണ സവാളയൊക്കെ അരിയുമ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് ഇതാണ്. പക്ഷെ ചിലവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മളൊരു സ്കിൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊക്കെ അലർജി ഉള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും. പിന്നെ ഇതിൻ്റെ സ്മെല്ലും എല്ലാവർക്കും പിടിക്കണമെന്നില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ടേ. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഇത് തലയിൽ ശരിക്കും ഇറങ്ങാനൊക്കെ ആയിട്ട് വെക്കുക. 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വിടുക. അതിന് ശേഷം നമുക്ക് ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ നമ്മളെ ഈ താളിയൊക്കെ ഉണ്ടല്ലോ, താളി വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്താലും കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചിലവർക്ക് അതിന് സ്മെല്ല് പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു മൈൽഡ് ഷാമ്പു എന്തെങ്കിലും വെച്ച് വാഷ് ഔട്ട് ചെയ്യാം. ഇനി നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. കുറച്ചു നേരം അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. സ്മെല്ല് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, ഒരു സ്ട്രോങ് സ്മെല്ലാണല്ലോ, അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു മൈൽഡ് ഷാമ്പു വെച്ച് വാഷ് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ താളിയാണേലും മതി കേട്ടോ. താളി വെച്ച് വാഷ് ഔട്ട് ചെയ്താലും അടിപൊളി സാധനമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് താളി കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ വീര്യം കുറഞ്ഞ ഒരു ഷാമ്പു വെച്ചിട്ടാണ് വാഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.